അത് ഭരണകൂടം ഏർപ്പെടുത്തിയ ആളുകൾ പെണ്ണിനൊട്ടും സ്വാതന്ത്ര്യമില്ല എന്ന് മനുവിന്റെ വചനമായി കരുതി. അപ്പൊ ഈ പെണ്ണിന്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് അങ്ങ് നഷ്ടപ്പെട്ടു. ജയിക്കാൻ ഒക്കില്ല. ഈ നഷ്ടപ്പെട്ടതിന്റെ കൂടെ ഇവളുടെ മക്കളുടെ എന്ത് പകർന്നു? അറിവില്ലാത്ത ഒരമ്മ പകർന്നു വെച്ച പരിചയങ്ങൾ പൂർണ്ണമായി. ഇന്ന് നമ്മളുടെ അമ്മമാര് എത്ര അറിവുള്ള ഒരു സ്ത്രീയായിരുന്നായിരിക്കും, ഇവരുടെ മക്കള് ഭർത്താവിന് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്തും ചെയ്യും. ഇത് പറയേണ്ട കുറെ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടാൻ വേണ്ടിയല്ല, ഇത് സ്ത്രീകളെ വളച്ച് കൊണ്ടുവന്നതിന്റെ ഫലമായിട്ട് അവർക്കൊരു പിഴച്ച ബുദ്ധി തോന്നുക. സ്വാതന്ത്ര്യം കൊടുത്തിട്ട് നിനക്ക് വേണ്ട സ്വാതന്ത്ര്യം എന്തായിരിക്കുന്നു, നീ ഇതിന് തെറ്റായി പ്രവർത്തിച്ചാൽ നിന്റെ ആ നാശത്തിനുള്ള വഴി ഇത് തെളിയും എന്നവളോട് പറയാതെ ഇത് കള്ളം ചെയ്തതിന്റെ ഫലമാണ്. ഈ കള്ളം ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇത് സന്യാസത്തിനും കൂടി പ്രാർത്ഥിക്കുന്നു. ഈ കള്ളം സത്യമാണ്. ഇതിന് സന്യാസം ഒന്ന് ധരിപ്പിച്ചിട്ട് വിഷമരുന്നുകൊണ്ട് ശരീരത്തെ സൂചിക്കുന്ന ഒരു പ്രയോഗം കണ്ടുപിടിച്ചിട്ട് ഈ സന്യാസമാണ് ഇവിടെ വളർത്തിയിരിക്കുന്നത്. ഇതാണ് സത്യമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. എന്നിട്ട് അദ്വൈതം പറയുക, ശ്രീശങ്കരന്റെ പരമ്പരയെ പറയുക. അതൊരു പെണ്ണിനെ കണ്ടാൽ അമ്മ യോഗി താമസിക്കുന്ന വീട്ടിൽ അമ്മയും താമസിച്ചൂടാ എന്ന് യോഗികൾ എഴുതി വെച്ചിരിക്കുക. ഇതെല്ലാം ഒരിയാതി പൊളിച്ച സന്യാസമാണ്, അറിവ് കൊടുക്കാനുള്ളതല്ലേ. ഇത് ജനങ്ങളിലേക്ക് ഇത് പകർന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ഈ സന്യാസത്തെ പോയില്ല. ഇന്ന് അതുകൊണ്ട് നല്ല സാത്വികന്മാർ വഴിയെ നടന്നാൽ ഇതെല്ലാം അറിവില്ലാത്ത ഒരു ഭാഗം അങ്ങനെ, അറിവുള്ള ഭാഗം ഇങ്ങനെയും ധരിച്ച് രണ്ടു തരത്തില്. അപ്പൊ ഇന്ന് ഒരു സന്യാസി വഴിയിലിറങ്ങി നടന്നാൽ അവനെ പൂവില്ലെങ്കിൽ വയറുകയാണ്. ഈ നിലയിലുള്ള ഇത് സമ്പാദിക്കാൻ കാരണം ഈ കള്ളത്തരം കൊണ്ടാണ്. ഇതങ്ങനെയല്ല. ഈ സ്ത്രീ പുരുഷന്മാർക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു പരമ്പരയായിട്ടാണ്. പിന്നെ അതാണ് ഇന്നിവിടെ ഈ സ്ത്രീകൾക്ക് വളരെയധികം അവശത അതുകൊണ്ട് വന്നു ചേർന്നത്.